ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ, ഒരു ഇന്റർവ്യൂ വീഡിയോ ആണ്. ആ വീഡിയോ ഇപ്പോൾ ഇല്ല, റിമൂവ് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞത് മണ്ടത്തരമായി എന്ന് മനസ്സിലായിട്ടാണ് അവരും കണ്ടു കാണും. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ആർമി ക്വാർട്ടേഴ്സ് നിൽക്കുന്നത് സേഫ് അല്ല എന്നാണ് ആ വിദ്വാൻ പറയുന്നത്. അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ് എന്നുള്ളവർക്കും പട്ടാളത്തിലല്ലാത്തവർ പലതും പറയുന്നുണ്ട്, നമുക്കെല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്, ഈ കുപ്പിയും ക്യാൻറ്റീനും സാധനങ്ങളും പിന്നെ കറണ്ടും എല്ലാം. സത്യാവസ്ഥ നമുക്കല്ലേ അറിയാവൂ. ആ വീഡിയോ കണ്ടപ്പം എൻ്റെ അനുഭവം ഒന്ന് പറയണമെന്ന് തോന്നി. 7 കൊല്ലം ക്വാർട്ടേഴ്സിൽ ഔട്ട് ലിവിങ്ങുമായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. 2.5 കൊല്ലം സിവിൽ ഫാമിലിയായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അവിടെ കിട്ടാത്ത എല്ലാ സേഫ്റ്റിയും എനിക്ക് ക്വാർട്ടേഴ്സിൽ വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ PT-ക്കൊക്കെ 4:30 5 മണിക്കൊക്കെ ഹസ്ബൻഡ് പോകുന്ന സമയത്ത് ഡോർ ലോക്ക് ചെയ്യാറില്ല, ഞാനും മോളും ഉറങ്ങുമായിരിക്കും. ഡോർ ലോക്ക് ചെയ്യാണ്ട് പോകുന്നത് സേഫ് ആയതുകൊണ്ട് തന്നെയാണ്. നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഈ ഭാര്യമാർ സേഫ് ആയതുകൊണ്ടാണ് ഭർത്താക്കന്മാർ സമാധാനത്തോടു കൂടി ഡ്യൂട്ടി ചെയ്യുന്നത്. പിന്നെ പിള്ളേരെ കാര്യം തന്നെ പറയുന്നെങ്കിൽ അവരെ കളിക്കാനൊക്കെ പാർക്കിലൊക്കെ പോയാലേ പേടിക്കേണ്ട, ടൈം ആകുമ്പോൾ തനിയെ വീട്ടിലെത്തും. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യാനാണെങ്കിലും റോഡിൽ നിന്ന് കളിക്കുകയാണെങ്കിൽ പോലും പേടിക്കേണ്ട, അവർ സേഫ് ആണെന്നുള്ള കാര്യം ഈ ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്ന ഓരോ അമ്മമാർക്കും അറിയാം. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന കുറേ കാട്ടാനകളുടെ ഇടയിലാണ്. ഇവിടെ പോസ്റ്റിംഗ് വരുമ്പോൾ നാട്ടിൽ നിന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് അത്ര സേഫ് അല്ല എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞ ഏട്ടൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇവിടെ ക്വാർട്ടേഴ്സിൽ കുറേ ഫാമിലികൾ താമസിക്കുന്നുണ്ട്, അവരും സേഫ് ആണെങ്കിൽ ഞാനും സേഫ് ആയിരിക്കും. അത് ഈ രാജ്യത്ത് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ നാട്ടിൽ കിട്ടുന്ന അത്രയും സൗകര്യങ്ങൾ നമുക്കൊരു ക്വാർട്ടേഴ്സിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല കേട്ടോ. ദയവ് ചെയ്ത് ഇന്റർവ്യൂവിനൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാണ്ടിരിക്കുക. തങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഫാമിലി വയ്ക്കാണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ബൈ.